പിന്നെ പറപ്പാടി മക്കാമിൽ. അവിടെ ഉറൂസുമായിട്ട് ബന്ധപ്പെട്ട അവിടെ ഇതുപോലെ പറയണമെന്നും പറഞ്ഞ് അവിടെ വിളിച്ചോണെന്ന്. ഞാൻ ആ ഉസ്താദിൻ്റെ മുദരിസ് ഉസ്താദ് നല്ല യോഗ്യനായ ഒരു വലിയ പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ മൂപ്പര് മൊബൈലിനകത്ത് എനിക്കൊരു പടം കാണിച്ചു. ഇവിടെ അടുത്തല്ലേ ഈ പറപ്പാടി എന്ന് തോന്നുന്നു. ഒരു പടം കാണിച്ചു തന്നു. ദേ ബാമസ്ലിയാരെ ഒരുത്തം പ്രസംഗിക്കണുണ്ടോന്ന് ചോദിച്ചു. നോക്കിയപ്പോ ഈ പഹയൻ എന്താ താടിയും തലയെക്കെട്ടും വെച്ച ഹമുക്കൺ. അവൻ പറയണെന്താന്നറിയോ? ക്രിസ്തു എന്ന് പറയുന്നത് യേശുവാണ്. അല്ല, യേശു എന്ന് പറയുന്നത് ഈസാ നബിയാണ്. ഈസാ നബി എന്ന് പറയുന്ന വ്യക്തി മുസ്ലിം സമുദായമാണ് ഈ ക്രിസ്ത്യാനികളെക്കാൾ ബന്ധപ്പെട്ടത്. അതുകൊണ്ട് ക്രിസ്തുമസ് ആഘോഷിക്കൽ ഏറ്റവും അർഹതപ്പെട്ടത് മുസ്ലിങ്ങൾക്കാണ്. ഈ സർവമത സമത്വം അങ്ങനെ തന്നെയാ, അവരും പഠിപ്പിക്കുന്നത് തന്നെയാ. ഈ കൃഷ്ണൻ എന്ന് പറയുന്നത് മൂസാ നബിയാണ്. മൂസാ നബിയാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃഷ്ണ ജയന്തി നമുക്ക് വേണം, ഓണം നമുക്ക് വേണം. ഈസാ നബി എന്ന് പറയുന്നതാണ് ക്രിസ്തു, പിന്നെ യേശു ക്രിസ്തു. അതുകൊണ്ട് നമുക്ക് ക്രിസ്തുമസ് വേണം. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും നമുക്ക് വേണം. അതുകൊണ്ട് നമുക്ക് ഈദുൽ അദ്ഹ വേണം. അപ്പൊ എല്ലായി ഇതാണ് സർവമത സമത്വം. ഇവൻ ഇതിങ്ങനെ പ്രസംഗിക്കണത് ഈ താടിയും തലയെക്കെട്ടും വെച്ച് നമുക്ക് പ്രസംഗിക്കണതിന്റെ തൊട്ട് താഴെ വേറെ ഒരു വീഡിയോ ഈ ഉസ്താദിനെ കാണിച്ചു തന്നു. ഒരു കുടുംബ സംഗമം. അതിനകത്ത് തൊപ്പി വെച്ച പോത്തുകൊണ്ട് വർദ്ധമാക്കാനായിട്ട് എരുമയുണ്ട്. എല്ലാ കാക്കാമാരുടെ മക്കളാ, കുടുംബസംഘമാണ്. ബലൂൺ ഇങ്ങനെ പീർപ്പിച്ചിട്ട് അതും പിടിച്ചോണ്ടിട്ട് ഇങ്ങനെ തുള്ളണു. ക്രിസ്മസിന്റെ ആഘോഷം മോളിൽ പറയുന്നു, അവൻ പറയണു, അത് കേട്ടുകൊണ്ടിട്ട് സമുദായം നടപ്പിലാക്കണം. ഈ ബലൂണെല്ലാം ഇങ്ങനെ കെട്ടി ഇങ്ങനെ തുള്ളണതിന്റെ കൂട്ടത്തില് ക്രിസ്മസിന് അവർ കൊണ്ടുപോയി കിടക്കുന്ന ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് ക്രിസ്ത്യാനികളുടെ ആരാധനാലയമൊക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നെ പോലെ ഇങ്ങനെ ഒരു നരച്ച താടിയൊക്കെ ആയിട്ട് ഒരാളെ കൊണ്ടുനടക്കണുണ്ടോ? പാപ്പാനി എന്ന് അതിന് പറയാ. പാപ്പാനി നമ്മുടെ വീട്ടിലിരിക്കും, കണ്ടിട്ടുണ്ടാ? അത് ഈ ശൈത്താന്മാരെല്ലാരും കൂടി ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് ആ വീട്ടിൽ. എന്റെ പൊന്നാര ഹബീബെ, ബലൂൺ വീർപ്പിക്കണതിന് ആരും ഇവിടെ എതിരില്ല. കേക്ക് വിശപ്പിന് തിന്നാനുള്ളത്, കേക്ക് തിന്നണതിന് ആരെവിടെ എതിരുള്ളത്? ആരും എതിരില്ല. തലവേദന വന്ന പണ്ടൊക്കെ കാരണന്മാർ ചേർന്നു മെച്ചിങ്ങയുടെ ഉള്ളിൽ കുരുമുളക് വെച്ചിട്ട് അത് പാറക്കല്ലിട്ട് അരച്ച് അതിന്റെ കൂടെ ഇത്തിരി ചന്ദനമൊക്കെ ചേർത്തിട്ട് നെറ്റിയിൽ തേക്കും, തലവേദന പോകുന്നു പറഞ്ഞ്. ഇതിന് ആരാപ്പ എതിര്? മെഴുകുതിരി കത്തിക്കണേന് ആരാണ് എതിര്? പക്ഷേ ഇതെല്ലാം ഒരു സമുദായത്തിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ അവിടെ പ്രശ്നമായി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിദ്ദത്ത് പെരുകിക്കൊണ്ടിരിക്കുക. സമുദായത്തിലേക്ക് മെമ്പർഷിപ്പ് എടുത്തവർ മുർത്തദ്ദാകുന്ന, കാഫിറാകുന്ന പ്രവർത്തനം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞത്. ഇതൊന്നും നിസ്സാരല്ല ഈ പറഞ്ഞത്. നമുക്ക് വീട്ടിൽ നക്ഷത്രം തൂക്കണേന് ആരാ എതിരുള്ളത്? ആരും എതിരില്ല. പക്ഷേ ക്രിസ്തുമസ് വരികയാണല്ലോ, അതുകൊണ്ട് നമുക്കൊരു സ്റ്റാർ വീട്ടിലിടണം. ഇവിടെ പ്രശ്നമായി. ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ നിന്ന് ചന്ദനവും കുരുമുളകും ഒക്കെ കൂട്ടിച്ചേർത്തത് ഒരുത്തൻ നെറ്റേലിട്ടാൽ അവിടെ പ്രശ്നമായി. ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ഒരാൾ കേക്ക് മുറിച്ചാൽ അത് പ്രശ്നമായി. കുരിശിന്റെ മുന്നിൽ കൊണ്ട് ഒരാൾ മെഴുകുതിരി കത്തിച്ചാൽ അത് പ്രശ്നമായി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചെറിയ കാര്യമല്ല ഇത്. ഇസ്ലാമും കുഫ്രിയത്തും തമ്മിൽ വലിയ ബന്ധമില്ല. എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു ട്രെയിനിന്റെ പേരാണ് നിസാമുദ്ദീൻ. അതിന്റെ കൂടെ വേറെ പേരൊക്കെ കൂട്ടിച്ചേർത്തുണ്ട്. എന്നാലും ആ നിസാമുദ്ദീൻ എന്നുള്ള പേര് കളഞ്ഞിട്ടില്ല, അത് പോവില്ല. മഹാനായ നിസാമുദ്ദീൻ വലിയുള്ളാന്റെ ഗുരുനാഥന്റെ വാക്കാതെ, നിന്നെ ലോകം മൊത്തം എപ്പോഴും പറയട്ടേടാൻ. കാസർഗോഡ് ട്രെയിൻ കാത്തിരിക്കുന്ന ആളോട് ചോദിക്കണം, നിങ്ങൾ എങ്ങോട്ട് വന്നിക്കണം? ഡൽഹിക്ക് വന്നിക്കാണ്. ഏതാ വണ്ടി? നിസാമുദ്ദീൻ. അത് കുര്യാക്കോസും പറയും, പത്രോസും പറയും, കുഞ്ഞാറായണ്ണും പറയും, കുഞ്ഞോമതും പറയും. നിസാമുദ്ദീൻ. കൂടുതൽ ബോഗിയുള്ള ഒരു ട്രെയിൻ കേരളത്തിൽ കൂടെ ഓടണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിന്റെ എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഡ്രൈവർ ആ എൻജിൻ ക്യാബിനുള്ളിലേക്ക് കയറുന്നിട്ട് സ്വിച്ച് ഇടുമ്പോൾ ഒരു ശബ്ദം കേൾക്കും. ആ വണ്ടി സ്റ്റാർട്ടായതിന്റെ ശബ്ദം. ആ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡ്രൈവറുടെ ലക്ഷ്യം ഡൽഹി നിസാമുദ്ദീൻ എത്തിക്കില്ല. എത്രയോ ട്രെയിൻ പാളത്തെ കൂടെ അത് ഓടണം. 100 കണക്കിന് യാത്രക്കാരും ടണ്ണ് കണക്കിന് ലഗേജും അതിനകത്തുണ്ട് അല്ലേ? പക്ഷേ നിസ്സാരം വരുന്ന
ഒരു 4 വിരൽ വീതിക്കുള്ള ഉരുക്കിന്റെ റെയിലിലൂടെയാണ് ഈ സാധനം മൊത്തം ഉരുണ്ടു പോണത്. ശ്രദ്ധിച്ചോളണം. അങ്ങനെ ഉരുണ്ടു പോകുമ്പോൾ ഈ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ കാണാം നിരന്നിങ്ങനെ റെയിലുകൾ പിടിപ്പിച്ചിട്ടുണ്ടാവും. ഒരു റെയിലിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള റെയിലിലേക്ക് ഡ്രൈവർ പിടിപ്പിക്കുന്നത് 100 ബന്ധത്തിന്റെ അകലത്തിലാണ്. ഇതാ ഗൗരവം. ആ 100 ബന്ധത്തിലുള്ള റെയിലിലേക്ക് എഞ്ചിൻ ഘടിപ്പിക്കുമ്പോൾ അവിടെ ഇയാൾക്കൊരു ശ്രദ്ധ പറ്റിയാൽ പാളം തെറ്റി ഓടും വണ്ടി. പാലം വരുമ്പോൾ, അതായത് നദിയും കായലും കടലും ഒക്കെ വരുന്നിടത്ത് വരുമ്പോൾ സിഗ്നൽ ഉണ്ടാവും. അവിടെ ഇയാൾ സ്ലോ ചെയ്യും വണ്ടി. വരുന്ന സ്പീഡിൽ അങ്ങ് വന്നാൽ തലകീഴായിട്ട് കായലിലേക്ക് വണ്ടി പോകും. ടേണിങ് വരുമ്പോൾ സിഗ്നൽ ഉണ്ടാവും, അയാൾ അവിടെ സ്ലോ ചെയ്യും. അല്ലെങ്കിൽ ടേണിങ്ങിൽ വണ്ടി തലകീഴായിട്ട് മറിയും. 3 സ്ഥലത്താണ് വണ്ടിക്ക് അപകടം പറ്റണത്. ഒന്ന്, നിരത്തിയിട്ടിരിക്കുന്ന റെയില് പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പാലത്തിന്റെ മുകളിലേക്ക് വണ്ടി കയറുമ്പോൾ ശ്രദ്ധിക്കണം. വളവിൽ വരുമ്പോൾ ഡ്രൈവർ ശ്രദ്ധിക്കണം. 3 സ്ഥലത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വണ്ടി സ്ഥലത്തെത്തൂല, പാളം തെറ്റി വേറെ ഏതെങ്കിലും സ്റ്റേഷനിലെത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ വണ്ടിയെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ടാവില്ല. ഈ യാത്രക്കാർക്ക് അവിടെ ഇറങ്ങാനും പറ്റൂല. ആലുവായിൽ നിന്നും ഒരു വാപ്പ മോനെ കയറ്റി വിടുകയാണ് ഡൽഹിയിലേക്ക്. കൂട്ടുകാരൻ അവിടെയുണ്ട്. കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇത്ര നമ്പർ പിന്നെ കോച്ചിലാണ് കേട്ടോ വരുന്നത്, ഇത്ര നമ്പറിൽ ആളുണ്ട്, ഒന്ന് കൊണ്ടുപോയി അവിടെ എത്തിച്ചേക്കണം. അവിടെ ഇങ്ങനെ കാത്തു നിൽക്കും വാപ്പാടെ കൂട്ടുകാരൻ. ഇറങ്ങുമ്പോ തന്നെ കെട്ടിപ്പിടിച്ചോ, ഇത് വാപ്പാടെ മോൻ തന്നെയാണല്ലോ. കൊണ്ട് ജ്യൂസും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് ഇവനക്ക് എവിടെയാണോ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഇവന്റെ പിന്നെ ടെസ്റ്റ് എവിടെയാണോ, ഇവൻ എന്തിനാണോ വന്നേക്കുന്നത് അവിടെ കൊണ്ടുപോയാക്കും. നേരെ മറിച്ച് വണ്ടി ഗുജറാത്തിൽ പോയി നിൽക്കണമെങ്കിലും അവിടെ പാളം തെറ്റി, ഡ്രൈവർക്ക് തെറ്റി, വണ്ടി നേരെ ഓടി ഗുജറാത്തിൽ പോയി. അവിടെ അപ്പം ഉണ്ടാവില്ല. പിന്നെ അവിടെ ആരാ ഉണ്ടാവുന്നത്? അവിടെ കാക്കാടെ വേഷത്തിലുള്ളവരാണെങ്കിൽ പോയി വൃക്ക കണ്ടിച്ചിരിക്കുന്ന വാർത്ത ഉണ്ടാവുന്നത്. ആ വൃക്ക സംഘത്തിന്റെ കയ്യിലേക്ക് പെട്ടു. അപകടപ്പെട്ടോ? ഒരാൾ മാത്രമാണോ? മുഴുവൻ ആളുകളും പെട്ടു. ഇതേ സ്വഭാവം തന്നെയാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ തുടക്കം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. നിന്റെ ജീവിതം തുടങ്ങുമ്പോൾ നീ വിളിച്ചു പറയുന്നു എന്റെ റബ്ബ് അല്ലാഹുവാണ്. അതാണ് ഇസ്ലാമിലേക്ക് കയറി. നീ ഇസ്ലാമിന്റെ ജീവിതത്തിന്റെ വണ്ടി നീ ഓണാക്കി. അപ്പൊ കേട്ട ശബ്ദമാണ് അല്ലാഹ്. ഖുർആൻ പറയാണ് സുമ്മസ്തഖാമു. നേരെ റെയിലിലൂടെ പോണം. നേരെ റെയിലിലൂടെ നീ ലക്ഷ്യത്തിലേക്ക് എത്തണം. ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ നീ സൂക്ഷിക്കേണ്ടത് 3 സ്ഥലത്താണ്. 1 ഖൽബിയെ, 2 ഖൗലിയെ, 3 ഫിഇലിയെ. നിന്റെ വാക്കുകൊണ്ടിട്ട് നീ ഇസ്ലാമിന് തെന്നിപ്പോവും. നിന്റെ മനസ്സിന്റെ നെയ്യത്തോണ്ട് ഇസ്ലാമിന് തെന്നിപ്പോവും. നിന്റെ പ്രവർത്തനം കൊണ്ട് ഇസ്ലാമിന് തെന്നിപ്പോവും. അതിന് പറയുന്ന പേരാണ് മുർത്തദ്ദാവുക. യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും മൻ ദീനിഹി فسوف يأتي الله بقوم يحبهم ويحبونه أذلة على المؤمنين أعزة على الكافرين يجاهدون في سبيل الله ولا يخافون لومة لائم ذلك فضل الله يؤتيه من يشاء والله واسع عليم. 3 സ്ഥലത്ത്, ഈ 3 സ്ഥലത്ത് പാളം തന്നാതെ, കൽബ് കൊണ്ട് മുർത്തദ്ദാകാതെ, നെയ്യത്തോണ്ട് മുർത്തദ്ദാകാതെ, വാക്കുകൊണ്ട് മുർത്തദ്ദാകാതെ, പ്രവർത്തനം കൊണ്ട് മുർത്തദ്ദാകാതെ ഇസ്ലാമിന്റെ ചൊവ്വായ വഴിയിലേക്ക് നീ അങ്ങോട്ട് നീങ്ങിയാൽ നിന്റെ യാത്രയുടെ അവസാനത്തിൽ സ്വീകരിക്കാൻ ആളുകളോടെ കാത്തുവെപ്പുണ്ടാവും. അതാരാന്നറിയോ? അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ അന്ത്യശ്വാസം വലിക്കുന്ന മനുഷ്യനോട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു അബ്ശിറു ബിൽ ജന്ന. വിഷമിക്കണ്ട, പേടിക്കണ്ട, ദുഃഖിക്കണ്ട. നിങ്ങളെ കൊണ്ടുപോകുന്ന അനുഗ്രഹീതമായ ഭവനത്തിലേക്കാണ്. നിങ്ങളെ രക്ഷപ്പെടുത്തിയത് ഭയാനകമായ നരകത്തിൽ നിന്നാണ്. ഈ ഫോട്ടോയൊക്കെ കാണിച്ച് നിന്നെ സ്വാഗതം പറഞ്ഞുകൊണ്ടിട്ട് കൊണ്ടുപോകാൻ മലക്കുകൾ എവിടെ ഉണ്ടാവും. മുസ്ലിമായിട്ട് ജീവിക്കുന്നു, മുസ്ലിമായിട്ട് മരിക്കുന്നു. ജീവിതം തുടങ്ങുന്നത് മുസ്ലിമായിട്ട്, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുസ്ലിമായിട്ട്, മരിക്കുന്നത് മുസ്ലിമായിട്ട്. ഇത് സംഭവിക്കാതെ, ഇത് ശ്രദ്ധിക്കാതെ ഇസ്ലാമിൽ നിന്നും മുർത്തദ്ദായി പോകുന്ന പ്രവർത്തനം നമ്മുടെ ഇടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മുർത്തദ്ദായപ്പോ എന്താ സംഭവിക്കാൻ പോണത്? നമ്മൾ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടം പോലെ ഇതെല്ലാം നമ്മുടെ ഇടയിൽ നടക്കുകയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മുർത്തദ്ദാവുകയാണ്. നേർക്ക് നേരെ റബ്ബ് പറയാണ്, നിങ്ങൾ ഇസ്ലാമിലേക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ട് നിങ്ങൾ ഇതിൽ നിന്നും തെന്നി മാറിപ്പോവുകയാണെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിക്കളയും.